അവക്കുള്ളൊരു മെച്യൂരിറ്റി പോലും ചേട്ടനില്ലല്ലോ. ചേട്ടനില്ലാത്തൊരു സാധനമാണ് മാന്യത. ഈ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ഈ പറഞ്ഞ പരിപാടി ചേട്ടൻ കാണിക്കുന്നോണ്ടാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അനാമിക വിഷ്ണു സ്റ്റോറി. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, ഒന്നല്ല ഒരു 2-3 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഭയങ്കര വിവാദമാവുകയും ആ വിവാദത്തിൽ നിന്ന് ഒരു വലിയൊരു നീണ്ട പ്രസംഗം തന്നെ നടത്തിയ ഒരാളുണ്ട്. അപ്പൊ നിങ്ങളിതാ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് വിഷ്ണു. അതുപോലെ വന്ന് കയറിയപ്പോ തന്നെ ആ കൊച്ചിന്റെ അടുത്ത് നീ അങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. ഞാൻ ഇതിന്റെ കുട്ടിക്കാലം മൊത്തം കേട്ട് ട്രോമയിൽ പോയ കാര്യമുണ്ടെന്നൊക്കെ കുണച്ച വർത്താനം പറയുന്നത്. അതോടെ ഓപ്പാണ് എനിക്ക് കേൾക്കുമ്പോഴേക്കല്ലോ കേൾക്കുമ്പോൾ ചോദിച്ചു ഞാൻ ട്രോമയിലോട്ട് പോയി പഴയ കാര്യത്തിലോട്ട്. പക്ഷെ സാമാന്യ ബോധം കാണിക്കട്ടെ, കളിക്ക് പറയുന്നതാവും കളിക്കായാലും ഇങ്ങനത്തെ കുണച്ച വർത്താനങ്ങൾ. അപ്പൊ അതിൽ സേട്ടന്റെ കുട്ടിക്കാലത്ത് നടന്ന ഡ്രോമയും അതുപോലെ തന്നെ ഡിപ്രഷനും ഒന്നും ഞങ്ങളുടെ തലയിൽ കൊണ്ടുവയ്ക്കാൻ നോക്കണ്ട. പിന്നെ എൻ്റെ അനിയത്തിന്റെ സ്നേഹവും സ്വാതന്ത്ര്യവും ഒന്നും ചേട്ടന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ചേട്ടൻ്റെ ആ കുഞ്ഞു കുടുക്ക മനസ്സിന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. മനസ്സിലായോ? നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാണെന്നും നിന്നെ കളഞ്ഞു കെട്ടിയതാണെന്നും എൻ്റെ ഡ്രസ്സ് എടുക്കരുതെന്നും നീ എന്നോട് മിണ്ടരുതെന്നും നീ എൻ്റെ അനിയത്തി അല്ലെന്നൊക്കെ പറയാത്ത ഏത് ചേട്ടത്തി അനിയത്തിമാരും ഉള്ളത്, അല്ലെങ്കിൽ ചേട്ടന്മാരും അനിയന്മാരും ഇല്ലാത്തത്? എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്. എൻ്റെ അനിയത്തി വളരെ വ്യക്തമായിട്ട് ഇവിടെ വന്നിരുന്ന് പറയുന്നുണ്ട്, ഞാനും അവളും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങളുടെ ഇടയിൽ യാതൊരു പിണക്കങ്ങളും ഇല്ലെന്ന് നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവക്കുള്ളൊരു മെച്യൂരിറ്റി പോലും ചേട്ടനില്ലല്ലോ. ചേട്ടൻ കാശുണ്ടാക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതം എടുത്ത് അത് റിയാക്ഷൻ ചെയ്തിട്ടാണ് ചേട്ടൻ വീട്ടിൽ കാശുണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു ചേട്ടൻ എന്നോട് വന്ന് എൻ്റെ അനിയത്തെ എങ്ങനെ നോക്കണം, എങ്ങനെ കാണണം, എങ്ങനെ അവളോട് സംസാരിക്കണം എന്ന് എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കുണച്ച വർത്താനം പറയുന്നത് ബോധം കാണിക്കട്ടെ, പറയുന്നതാവും കളിക്കായാലും ഇങ്ങനത്തെ കുണച്ച വർത്താനങ്ങൾ. പിന്നെ ചേട്ടൻ ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ചേട്ടൻ ഇല്ലാത്തൊരു സാധനമാണ് മാന്യത. അത് ഈ ബാക്കി റിയാക്ഷൻ ചെയ്യുന്നവർക്കുണ്ട്, അതെനിക്ക് മനസ്സിലായി കേട്ടോ. അമ്മയില്ലാതെ വളർന്ന അതിന്റെ സങ്കടം എന്താണെന്ന് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എൻ്റെ അനിയത്തെ ചേർത്ത് പിടിക്കാൻ ചേട്ടനെ പോലത്തുള്ളവരെ അഭിപ്രായം ഇങ്ങോട്ട് വേണ്ട. റീച്ചും വ്യൂസും കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞിന്റെ എൻ്റെ കുടുംബകാര്യങ്ങളും വെച്ച് തമ്മിലൈൻ്റെ ഈ കൊടുത്തേക്കുന്ന പോലെ ഉണ്ടാക്കിയിടാൻ വേണ്ടിയിട്ട് നാണമില്ലേ ചേട്ടനെ? ബോധം പോലും ഇല്ല. ചേട്ടൻ എൻ്റെ ഹസ്ബൻഡിന്റെ ബോധത്തെ പറ്റി പറയല്ലേ. അത് പറയുമ്പോ ചേട്ടൻ ഇതിനു മുമ്പ് കാണിച്ച കുറച്ച് കാര്യങ്ങളും കൂടെ ആലോചിച്ച് നോക്കണം കേട്ടോ ചേട്ടാ. ഒത്തിരി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സിനെ എനിക്കറിയാം. ആ ചെയ്തവരാരും കാണിക്കാത്ത പണിയാണ് ചേട്ടൻ കാണിച്ചതെന്നും എനിക്കറിയാം. അതുകൊണ്ട് ചേട്ടൻ കൂടുതൽ മാന്യനെ ചെമയാൻ വരല്ലേ. കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് വിഷ്ണു. ഭർത്താവിന്റെ കൊമ്പ് മുറിക്കണമെങ്കിൽ ചേട്ടന്റെ ആവശ്യം ഇവിടെ ഇല്ല, അത് മുറിക്കാൻ ഞാനുണ്ട് കേട്ടോ. പിന്നെ എന്റെ അനിയത്തിയോട് എന്റെ ഹസ്ബൻഡ് അല്ലാതെ പിന്നെ ചേട്ടന് ചോദിക്കാൻ പറ്റുമോ ക്ഷീണിച്ചു പോയല്ലോ എന്ന്? ആറാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോ കാണാൻ നല്ല ചേലാന്ന് കേട്ടിട്ടില്ലേ? അതേ കൂട്ടാണ് ചേട്ടന്റെ കാര്യം. പരിപാടി ഉണ്ടല്ലോ, ഈ പറഞ്ഞ പരിപാടി ചേട്ടൻ കാണിക്കുന്നോണ്ടാണ് ചേട്ടൻ അങ്ങനെ പറയുന്നത്. മനസ്സിലായോ? ചേട്ടൻ അങ്ങനെ ഒത്തിരി കാണിച്ചിട്ടുള്ളതുകൊണ്ടുമാണ് ചേട്ടൻ ഈ വർത്തമാനം പറയുന്നത്. ഒത്തിരി വ്ളോഗേഴ്സിന്റെ റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടതാണ്. അതിലൊന്നും ഇല്ലാത്ത കുറച്ച് സ്വഭാവങ്ങളാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലത്തെ സ്വഭാവം ഉള്ള ഒരു വ്യക്തിയാണ് ചേട്ടൻ. അപ്പൊ ചേട്ടനോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. പിന്നെ ചേട്ടന്റെ ചാനലിൽ റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ചേട്ടൻ ഒരു കാര്യം പറഞ്ഞില്ല, അനാമിക ഇത് കേൾക്കാനാണ്, അനാമികയോടാണ് പറയുന്നതെന്ന്. അത് കേട്ടിട്ട് ഞാൻ എനിക്കുള്ളൊരു മറുപടി തരാം. ബാക്കിയുള്ളൊരു ജീവിതം വെച്ച് കണ്ടന്റ് ആക്കി അത് റിയാക്ഷൻ ചെയ്ത് കാശുണ്ടാക്കി ജീവിക്കുന്ന ചേട്ടന്റെ മറുപടിയോ ചേട്ടന്റെ ഉപദേശമോ ഇങ്ങോട്ട് സ്വീകരിക്കുന്നില്ല, ഇങ്ങോട്ട് എടുക്കുന്നില്ല. അത് കേൾക്കാൻ എനിക്ക് ഒട്ടും മനസ്സുമില്ല. സ്വന്തമായി കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ജീവിതം കണ്ടന്റ് ആക്കി റിയാക്ഷൻ ചെയ്യുന്നത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ഈ ഒരു വ്യക്തിയെ മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ബാക്കി ഒത്തിരി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഇല്ലാത്ത ചില ചേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞ ചില വാക്കുകളുണ്ടല്ലോ, അതായത് ഈ സൈഡിൽ ഞാൻ ഒന്ന് കൊടുത്തേക്കാം. ഇങ്ങനെ കുറച്ച് സ്വഭാവങ്ങൾ ചേട്ടന് ഉള്ളത് കൊണ്ടാണ് ചേട്ടന് ഇങ്ങനത്തെ ഒരു മറുപടി തരണമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇതിന്റെ ബാക്കിൽ നിന്ന് എനിക്ക് ഇനി അടുത്ത വീഡിയോ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. പിന്നെ ചേട്ടൻ അടുത്ത വീഡിയോ ഇനി അത് നിർബന്ധിച്ച് ചെയ്യണമെന്നുള്ള രീതിയിലാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ എന്തായാലും ചെയ്തേക്കാം. എടുത്തിട്ടും കൊണ്ട് അങ്ങനത്തെ വർത്താനം കൂടി എടുത്തിടുമ്പോ നാട്ടുകാരുടെ അടുത്ത് പൊങ്കാലയിടുന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ല. ചേട്ടൻ ബോധത്തെ പറ്റി പറയല്ലേ ചേട്ടാ. ചേട്ടന് വലിയ ബോധമാണ്. അത് ഞങ്ങൾക്ക് കുറേ നാൾക്ക് മുമ്പ് മനസ്സിലായായിരുന്നു ചേട്ടന്റെ വലിയ ബോധമാണെന്ന്. പിന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അപ്പൊ ചേട്ടൻ ഒരു കാര്യം ഓർത്തോ, ഒത്തിരി പേര് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട്. അവരാരും കാണിക്കാത്ത ആ പരിപാടിയാണ് ചേട്ടൻ കാണിച്ചത്. അതിന്റെ ഫോട്ടോ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാട്ടോ.
ചേട്ടൻ്റെ മാന്യതയെ പറ്റി ചേട്ടൻ എന്നോട് പറയാൻ നിൽക്കരുത്. ചേട്ടൻ്റെ മാന്യത എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ അത് അറിഞ്ഞുകൂടാത്തവർ കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഫോട്ടോ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാന്ന് പറഞ്ഞത്. ഒത്തിരി പേര് ഞങ്ങളെ പേര് വെച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്, കമൻറ്റ് ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ചേട്ടൻ്റെ എത്ര മാന്യത ഞങ്ങൾക്കോ അവർക്കോ ഒന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞത് എല്ലാ റിയാക്ഷൻ വീഡിയോയും ചെയ്യുന്നവരോടല്ല, ഈ ഒരു വ്യക്തിയോട് മാത്രമാണ്. ഈ മേലിൽ കാണുന്ന ഈ ഒരു വ്യക്തിയോട് മാത്രമാണ് എൻ്റെ ഈ മറുപടി വീഡിയോ. അപ്പം ചേട്ടൻ ഇതിൻ്റെ ബാക്കിൽ ഇതിനി പിടിച്ചൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു, ആ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. ചേട്ടൻ എന്തായാലും ചെയ്യാതിരിക്കത്തില്ല, റീച്ച് കിട്ടുന്നതല്ലേ. അത് ഈ സൈഡിൽ കൊടുത്തേക്കുന്ന തംബ്ലൈനൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ചേട്ടൻ്റെ മാന്യത തെളിയിക്കുന്ന ഒരു ക്ലിപ്പും കൂടെ ഞാൻ അടുത്ത വീഡിയോ ഇതിൻ്റെ താഴെ ഞാൻ കൊടുത്തേക്കാം. ഇത് കണ്ടോ, അച്ഛനിലുണ്ടായ സ്വന്തം അനുജത്തിയല്ല. ഈ ഒരു ഡയലോഗും കൂടെ ഇതെനിക്ക് ശകലം ഒന്ന് കൊണ്ടു കേട്ടോ. ചേട്ടൻ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണുമല്ലോ മാന്യതയെ പറ്റി. അപ്പം എനിക്ക് നെഗറ്റീവ് വന്നു, ഞാൻ സമ്മതിക്കുന്നു. ഞാൻ കാണിച്ചത് ചിലവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, നെഗറ്റീവ് പറഞ്ഞു. അതവരെൻ്റെ വീഡിയോ കണ്ടിന്യൂസ് കാണുന്നവരാണ്, അവർക്ക് മറുപടി പറയാനുള്ള ഇതുണ്ട്. പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, തമാശയ്ക്കാണ് ചെയ്തതെന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തു. അത് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അതിൽ നെഗറ്റീവ് കമൻറ്റ് ഒന്നും ഞാൻ സമ്മതിച്ചു. പക്ഷേ അതിൽ എന്നെ സപ്പോർട്ട് ചെയ്തവരുണ്ട്, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞവരുണ്ട്, തമാശയ്ക്ക് പോലും പറയരുതെന്ന് പറഞ്ഞവരുണ്ട്. അവരോടൊക്കെ ഒത്തിരി നന്ദിയേ ഉള്ളൂ. കാരണം എനിക്കൊരു നിങ്ങൾക്ക് അത് തെറ്റായിട്ട് തോന്നി നിങ്ങളത് ചൂണ്ടിക്കാണിച്ചോ അത് ഞാൻ തിരുത്തും എന്നൊരു ഉറപ്പും. ആ ഒരു ഉറപ്പ് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അപ്പം ഇതിപ്പം വലിയ പ്രശ്നം. ഞാൻ കുറേ ക്യാപ്ഷൻസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ക്യാപ്ഷൻസ് അല്ല. ഒരു ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ അനിയത്തിൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എൻ്റെ അമ്മായിയമ്മേൻ്റെ ഫോട്ടോ എങ്ങനെ വന്നു? അല്ല, അത് വെക്കാൻ കാരണം എന്താ? വേറെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തവരെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കത്തിക്കാണുമല്ലോ. റീച്ചിന് വേണ്ടിയാണ് എൻ്റെ അമ്മേൻ്റെ ഫോട്ടോ അവിടെ വെച്ചേക്കുന്നത്. അമ്മേൻ്റെ ഫോട്ടോ വെച്ച് എന്തിനാന്ന് എനിക്കൊരു പിടുത്തമില്ല. ഒത്തിരി റിയാക്ഷൻ വീഡിയോ ചെയ്തവരെ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്നും അമ്മേൻ്റെയും ചേച്ചീൻ്റെയും ചേട്ടൻ്റെയും ഫോട്ടോ ഒന്നുമില്ല, എൻ്റെ ഉണ്ണേൻ്റെ പൊന്നുൻ്റെയും ഉള്ളൂ. അപ്പം അമ്മേൻ്റെ ഫോട്ടോ എന്താണ് വെച്ചത്? റീച്ചിന് വേണ്ടി വെച്ചതല്ലേ? ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചേട്ടനെ പോലെ മാന്യതയും നല്ല സ്വഭാവവും നല്ല ചേട്ടന്മാരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പം ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും അല്ല ഞാൻ പറയുന്നത്, ഈ ഒരു വ്യക്തിയെടുത്ത് മാത്രം, ഈ മാന്യതയുള്ള വ്യക്തിയെടുത്ത് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ അത് താഴെ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ ഫ്രം അനാമിക. ബൈ.